പ്രോബ്ലം നോക്ക്. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സ്പേസ് അറ്റ് ടൈം ടി ഈസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് 1 ഐ പ്ലസ് ടി സ്ക്വയർ മൈനസ് 1 ജെ പ്ലസ് 2 ടി കെ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആർ ഓഫ് ടി എന്നുള്ള പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും അതുപോലെ തന്നെ ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പിന്നെ രണ്ടാമത് എന്താണ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ആൻഡ് ടി ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതിലുള്ള സ്പീഡും അതുപോലെ തന്നെ ഡയറക്ഷൻ മോഷൻ ആണ് കണ്ടല്ലോ അല്ലേ. ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1. അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 1 ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, വെലോസിറ്റിയും ആക്സിലറേഷനും നോക്കാം അല്ലേ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി ഓഫ് ടി, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആർ ഓഫ് ടീനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യും അല്ലേ. ആർ ഓഫ് ടീനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഫ്രോം ഐ പ്ലസ് 2 ടി ജെ പ്ലസ് 2k എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ വി എ ഓഫ് ടി എന്താ വരിക, എ ഓഫ് ടി എന്ന് പറയുമ്പോൾ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 2j എന്ന് വരും അല്ലേ. 2j പ്ലസ് ഈ കമ്പോണൻറ്റും 0 ആയിപ്പോൾ 2j എന്നുള്ളത് അവർ. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, അപ്പോൾ ഇതിൽ സെക്കൻഡ് പാർട്ട് നോക്കും. ഫൈൻഡ് ദ പാർട്ടിക്കിൾ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഓഫ് ടി അല്ലേ. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 1 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, മോഡുലസ് ഓഫ് വി ഓഫ് 1 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഓഫ് 1. വി ഓഫ് 1 എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി നമുക്കറിയാം എന്താണ്, ഐ പ്ലസ് 2 ടി ജെ പ്ലസ് 2k ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നോം ഐ പ്ലസ് 2t എന്നുള്ളടത്ത് 1 കൊടുക്കുക അല്ലേ. 2j പ്ലസ് 2k ആണ് എന്ത് വരുന്നത്, നോം വരുന്നത്, വി ഓഫ് 1 വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 വരും, റൂട്ട് 9 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് എന്ത് വരുന്നത്, മോഡുലസ് ഓഫ് വി ഓഫ് 1. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി, എന്താണ് 3 ആണ് വരുന്നത് കിട്ടി. ഇനി അതുപോലെ അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്, ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1. ടി ഈക്വൽ ടു 1 ഡയറക്ഷൻ ഓഫ് മോഷൻ. ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് ഏതാണോ വെക്ടർ തന്നിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വി ഓഫ് 1 ആണ് നമ്മളുടെ വെക്ടർ അല്ലേ. വി ഓഫ് 1 ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി സ്പീഡിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വി ഓഫ് 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് വി ഓഫ് 1 എഴുതാം. നമ്മൾ സാധാരണ എങ്ങനെ ഡയറക്ഷൻ ഓഫ് മോഷൻ എഴുതാറുള്ളത്, വി ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി ഓഫ് ടി എന്നുള്ളത് അല്ലേ. അപ്പോൾ വി ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 ചോദിച്ചുകൊണ്ട് വി ഓഫ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി ഓഫ് 1 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് 1 ഇപ്പം എന്താ നമുക്ക് കിട്ടി, വി ഓഫ് 1 ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 2k ആയിരുന്നു, ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം, ഐ പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3 ആണ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം, 1/3 ഐ പ്ലസ് 2/3j പ്ലസ് 2/3k. ഇതാണ് എന്ത് വരുന്നത്, ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1. ഇനി അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 1. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ. ഇതിൽ നമ്മൾ ജസ്റ്റ് സ്പീഡ് കണ്ടു, സ്പീഡ് അറ്റ് വി ടി ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബി എന്നുള്ള 2 വെക്ടറിൻ്റെ പ്ലേസിൽ എന്താണ്, വെലോസിറ്റി വെക്ടറും ആക്സിലറേഷനും ആണ് അല്ലേ. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 1 നമുക്ക് എന്ത് എഴുതാം, തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ എന്നുള്ളതിൻ്റെ പകരം വി ഓഫ് 1 അല്ലേ. വി ഓഫ് 1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 1 ഡോട്ട് എ ഓഫ് 1, ആക്സിലറേഷൻ വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 1 divided by modulus of v of 1 into modulus of a of 1. ഓക്കെ, അപ്പോൾ വി ഓഫ് 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടിയിരുന്നത്, വി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ എന്ത് വരും, 1i പ്ലസ് 2j പ്ലസ് 2k ഡോട്ട് എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇതിന് 1 കാൽക്കുലേറ്റ് 1 കൊടുക്കണം അല്ലേ. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2j എന്ന് വരും.
ഇവിടെ ടി കൊടുക്കാനൊന്നും വാല്യൂ ഇല്ല, അപ്പോൾ 2j എന്നുള്ളത് തന്നെ വരും, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി ഓഫ് 1 ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു 3 ആണെന്നുള്ളത്. അതുപോലെ 3 ഇൻറ്റു എ ഓഫ് 1 വന്നാൽ എ ഓഫ് 1 വന്നാൽ ഇതിൻ്റെ മോഡുലസിലെ എ ഓഫ് 1 വന്നാൽ മോഡുലസ് ഓഫ് എ ഓഫ് 1 മോഡുലസ് ഓഫ് എ ഓഫ് 1 മോഡുലസ് ഓഫ് എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ഓഫ് 1 ആണെങ്കിൽ മോഡുലസ് ഓഫ് 2j ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ വരും. 2 എന്നാണ് ആൻസർ വരും അല്ലേ, 2 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I plus 2j plus 2k dot 2j divided by 3 into 2 എന്ന് വരും. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഐ കമ്പോണൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഐ കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല, അപ്പോൾ എന്താ 0 ആയി പോകും. ജെ കമ്പോണൻറ്റ് 2 ഇൻറ്റു 2 അല്ലേ, പ്ലസ് കെ കമ്പോണൻറ്റ് ഇല്ല, അതും 0 ആയി പോകും, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2/3 എന്നുള്ളതാണ് എന്ത് വരുന്നത്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2/3. അപ്പോൾ ഇതാണ് നമ്മളുടെ ആംഗിൾ വരുന്നത്. അപ്പോൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്നാണ്. അപ്പോൾ നമ്മൾ എ എന്നുള്ളത് വെക്റ്റർ എന്താണ്? നമുക്ക് വെലോസിറ്റി വെക്റ്ററും ആക്സിലറേഷൻ വെക്റ്ററും ആയിട്ട് ടി ഈക്വൽ ടു 1 വി ഓഫ് 1 ഇൻറ്റു ഡോട്ട് എ ഓഫ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി ഓഫ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എ ഓഫ് 1 എഴുതി. വി ഓഫ് 1 നമ്മൾ ഇതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് എഴുതുക. എ ഓഫ് 1 പറഞ്ഞാൽ ഇതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ വി ഓഫ് 1 പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് അല്ലേ, പിന്നെ ഇതിൻ്റെ മോഡുലസ്. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഇത് പിന്നെ എന്ത് ചെയ്യുക? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ഇവിടെ ഐ കമ്പോണൻറ്റ് ഇല്ല, ജെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, കെ കമ്പോണൻറ്റും 0 ആയി പോകും. അപ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2/3. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. സപ്പോസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു t square I plus t cube minus 2tj plus t square minus 5tk is the position vector of a moving particle. At what point the particle passes through the xy plane? What are its velocity and acceleration at these points? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ, അതായത് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഏതാണ്? ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് മൈനസ് 2tj പ്ലസ് ടി സ്ക്വയർ മൈനസ് 5tk ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ XY പ്ലെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പോയിന്റുകളാണ് നമ്മൾ വിളിച്ചത്. വാട്ട് പോയിന്റ് ദ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ XY പ്ലെയിൻ. XY പ്ലെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലൂടെയാണ് XY പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏതാണ് ആ പോയിന്റ് എന്നുള്ളത്. വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദീസ് പോയിന്റ്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കണ്ടെത്തിയതിന് ശേഷം ആ പോയിന്റിലുള്ള ആക്സിലറേഷനും വെലോസിറ്റിയും കൂടെ കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആൻസർ എഴുതിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ആർ ഓഫ് ടി എന്നുള്ള നമ്മളുടെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം? പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതാം അല്ലേ. ഇവിടെ ഏതൊക്കെ വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ടി സ്ക്വയർ അല്ലേ. എക്സ് ഈക്വൽ ടു എന്താണ്? ടി സ്ക്വയർ. അടുത്തത് വൈ എന്താണെന്ന് എഴുതാം? ടി ക്യൂബ് മൈനസ് 2t, ടി ക്യൂബ് മൈനസ് 2t. പിന്നെ സെഡ് എന്താണ്? ടി സ്ക്വയർ മൈനസ് 5t. ഓക്കെ. പിന്നെ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് XY പ്ലെയിനിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ XY പ്ലെയിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ Z ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. XY പ്ലെയിനിൽ Z എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് അവിടെ നിന്ന് കിട്ടും. Z is equal to 0 ആണെന്നുള്ളത്. XY പ്ലെയിനിൽ Z is equal to 0 ആണ്. അപ്പോൾ Z is equal to 0 ആണെന്ന് കിട്ടി. പാർട്ടിക്കിൾ XY പ്ലെയിനിലൂടെ മൂവ് ചെയ്യുമ്പോൾ Z is equal to 0 ആണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് എഴുതാം? Z is equal to 0 ആകുമ്പോൾ നമ്മളുടെ Z എന്താണ്? നമ്മൾ പാരാമെട്രിക് ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത് ടി സ്ക്വയർ മൈനസ് 5t അല്ലേ. അപ്പോൾ എന്തെഴുതാം? Z is equal to 0 എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് 5t is equal to 0. Z എന്താണ്? ടി സ്ക്വയർ മൈനസ് 5t. നമുക്ക് എന്തെഴുതാം? ടി സ്ക്വയർ മൈനസ് 5t is equal to 0. ഇതിനൊരു ടി ഔട്ട് സൈഡ് എടുത്തു. ടി ഇൻറ്റു ടി മൈനസ് 5 is equal to 0 which implies t is equal to 0 or t is equal to 5. അപ്പോൾ നമുക്ക് ടി രണ്ട് പോയിന്റുകൾ കിട്ടി അല്ലേ. ടി is equal to 0 യും ടി equal to 5 എന്നുള്ള രണ്ട് കേസ് കിട്ടി. അപ്പോൾ നമുക്കിനി കൊടുക്കാം
വെൻ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് എന്താ വരിക, എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. നമുക്ക് ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ ഈ പോയിന്റിലുള്ള എക്സും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കണ്ടെത്തണം. അതുപോലെ തന്നെ ടി ഇസ് ഈക്വൽ ടു 5 ആകുമ്പോഴുള്ള എക്സ് വൈ സെഡിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതാണ് രണ്ട് പോയിന്റ്സുകൾ വരിക. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. വൈ എന്താ വരിക, 0 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 0, വൈയും 0 ആണ് വരിക. സെഡ് എന്താ വരിക, 0 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 0, സെഡും 0 ആണ് വരിക. അപ്പോൾ ടി 0 ആകുമ്പോൾ എക്സ് വൈ സെഡുകൾ 0 ആണ്. ഓക്കെ, ഇനി ടി ഈക്വൽ ടു 5 ആകുമ്പോൾ എക്സ് എന്താ വരിക, എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ഈക്വൽ ടു 25. അടുത്തത് വൈ എന്താ വരിക, ടി ക്യൂബ് മൈനസ് 2t എന്ന് വരും അല്ലേ. ടി ക്യൂബ് മൈനസ് 2t പറഞ്ഞാൽ 5 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 150 എന്ന് കിട്ടും. അടുത്തത് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, ടി സ്ക്വയർ മൈനസ് 5t. ടി സ്ക്വയർ മൈനസ് 5t പറയുമ്പോൾ എന്ത് വരും, നമുക്ക് 5 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 5 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, 5 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 25 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സും വൈയും സെഡും 0 ആണെന്ന് കിട്ടി. ടി ഈക്വൽ ടു 5 ആകുമ്പോൾ എക്സ് 25 ആണ്, വൈയിനും വാല്യൂ ടി സെഡ് 0 ആണെന്ന് കിട്ടി അല്ലേ. അങ്ങനെയാകുമ്പോൾ പാർട്ടിക്കിൾ പാസസ് ത്രൂ എക്സ് വൈ പ്ലെയിനിലെ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം, 0 0 0 ആണ്, അതായത് എക്സും വൈയും സെഡും 0 ആൻഡ് 25 115 ആൻഡ് 0 അല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് പോയിന്റുകൾ എന്ന് കിട്ടി. ടി 0 ആകുമ്പോഴും ടി 5 ആകുമ്പോഴുള്ള രണ്ട് പോയിന്റ്സ് എക്സ് വൈ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കിട്ടില്ലേ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പോയിന്റ് 3 കിട്ടി നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്, 0 0 0യും അതുപോലെ തന്നെ 25 150 0 ആണെന്നുള്ളത് കിട്ടി അല്ലേ. അങ്ങനെ അപ്പോൾ ആ പോയിന്റ്സുകൾ കിട്ടി. ഇനി അടുത്തത് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദീസ് പോയിന്റ്. ഈ പോയിന്റിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യും. ഏത് പോയിന്റിലുള്ള ഇതിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റുകൾ ഇപ്പോൾ നമുക്ക് ഏതാ കിട്ടിയത്, ടി ഈക്വൽ ടു 0 ആകുമ്പോഴും ടി ഈക്വൽ ടു 5 ആകും. അപ്പോൾ നമുക്ക് അറ്റ് ടൈം ടിയിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടിക്ക് 0 കൊടുത്തിട്ടുള്ള വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുക, ടിക്ക് 5 കൊടുത്തിട്ടുള്ള വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് അറ്റ് ടൈം ടിയിലുള്ള വെലോസിറ്റി എന്താ വരിക, നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. എന്താണ്, ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് മൈനസ് 2t ജെ പ്ലസ് ടി സ്ക്വയർ മൈനസ് 5t ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എങ്ങനെ എഴുതാം, വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വരും അല്ലേ, ആർ ഡാഷ് ഓഫ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ti പ്ലസ് ടി ക്യൂബ് മൈനസ് 2t പറഞ്ഞാൽ 3t സ്ക്വയർ മൈനസ് 2j പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2t മൈനസ് 5k. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യാം, എ ഓഫ് ടി കാണാം, ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് അല്ലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2i പ്ലസ് 6tj പ്ലസ് 2k. അങ്ങനെയാണെങ്കിൽ ദ പാർട്ടിക്കിൾ പാസസ് ടു എക്സ് വൈ പ്ലെയിൻ വെൻ ടി ഈക്വൽ ടു 0യും ടി ഈക്വൽ ടു 5ലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ വി ഓഫ് ടി നമുക്കറിയാം. അപ്പോൾ ഈ ടിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക, ഫസ്റ്റ് 0 കൊടുക്കുക. വി ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യും. വി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു 0i പ്ലസ് 3 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 2j പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് 5k ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 2j മൈനസ് 5k. ഈ കോർഡിനേറ്റ് 0 ആയി പോകും, മൈനസ് 2j ഇത് 0 ആയി പോകും, മൈനസ് 2j മൈനസ് 5k എന്ന് വരും. അടുത്തത് എന്ത് വരും, അതേപോലെ തന്നെ എ ഓഫ് 0യും കാൽക്കുലേറ്റ് ചെയ്യുക. എ ഓഫ് ടി കണ്ടിട്ട് എന്ത് ചെയ്യുക, ടിക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വരും 2i പ്ലസ് 6 ഇൻറ്റു 0j 0 എന്ന് വരും പ്ലസ് 2k. അപ്പോൾ 2i പ്ലസ് 2k എന്നുള്ളതാണ് എന്ത് വരും, നമ്മളുടെ ആക്സിലറേഷൻ അറ്റ് 0 അല്ലേ. ഇത് 0യിലുള്ള കേസിലാണ് പറയുന്നത്, അറ്റ് ടി ഈക്വൽ ടു 0യിലാണ് ഈ കേസ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, അറ്റ് ടി ഈക്വൽ ടു 5. ടി ഈക്വൽ ടു 5ൽ എന്താണ് വരിക, ടി ഈക്വൽ ടു 5ൽ വി ഓഫ് 5ഉം കാൽക്കുലേറ്റ് ചെയ്യണം, എ ഓഫ് 5ഉം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. വി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ടീൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യുക, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു 2 ഇൻറ്റു 5 10i വരും, 2 ഇൻറ്റു 5 10i പ്ലസ് 3 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 2j പ്ലസ് 2 ഇൻറ്റു 5 മൈനസ് 5k ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 10i പ്ലസ് 73j പ്ലസ് 5k എന്ന് വരും. അടുത്തത് എ ഓഫ് 5. എ ടി ഈക്വൽ ടു 5ൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊരു 2i പ്ലസ് 6 ഇൻറ്റു 5j പ്ലസ് 2k എന്ന് വരും. അപ്പോൾ എന്തൊരു 2i പ്ലസ് 30j പ്ലസ് 2k എന്ന് വരും. അപ്പോൾ
ഇതാണ് പ്രോബ്ലം വരുന്നത്. ഫസ്റ്റ് നമ്മളോട് എന്താ പറയുള്ളത്, ഒരു പാർട്ടിക്കിൾ എക്സ് വൈ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പൊസിഷൻ വെക്ടർ എക്സ് വൈ പ്ലെയിനിലൂടെ ഏത് പോയിന്റിലും, എക്സ് വൈ പ്ലെയിനിലാകുമ്പോൾ ഏത് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നുള്ള പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പോയിന്റിലുള്ള ആക്സിലറേഷനും വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി എന്നുള്ള പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എക്സ് വൈ സെഡ് എന്നുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതി നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. സെഡ് ഇസ് ഈക്വൽ ടു 0. എക്സ് വൈ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് വൈ പ്ലെയിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെഡ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഇതിലെ സെഡ് അല്ലേ, അതായത് ഇതെന്താണ് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ടിക്ക് 2 വാല്യൂ കിട്ടും, ഈക്വൽ ടു 0യും 5ഉം കിട്ടും. അപ്പോൾ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എക്സിൻ്റെ വൈൻ്റെ സെഡിൻ്റെ വാല്യൂ ആണ്. ഈക്വൽ ടു 5 ആകുമ്പോഴും എക്സും വൈയും സെഡിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആ 2 പോയിന്റുകളാണ്, അതായത് 0 0 0 ആൻഡ് 25 150 0 എന്നുള്ളതാണ് എക്സ് വൈ പ്ലെയിനിലെ 2 പോയിന്റുകൾ എന്ന് കിട്ടും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ആ പോയിന്റിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും. അപ്പോൾ ജസ്റ്റ് വെലോസിറ്റിയും ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അതിന് എന്ത് ചെയ്യാം, വി ഓഫ് ടിയും എ ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യാം. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിനെ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2ti പ്ലസ് 3t² മൈനസ് 2j പ്ലസ് 2t മൈനസ് 5k വരും. ഞാൻ ഓരോ കമ്പോണൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി d/dt ഓഫ് എന്നൊന്നും എഴുതുന്നില്ല, നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതി. ഇനി അടുത്ത് എന്ത് വരും, എ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 2i പ്ലസ് 6tj പ്ലസ് 2k. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കിട്ടിയ 2 പോയിന്റ് ഉണ്ട് അല്ലേ. ഈ 2 പോയിന്റിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി വെലോസിറ്റി ആക്സിലറേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യുക, വി ഓഫ് ടിൻ്റെ പ്ലേസിൽ 0യും വി ഓഫ് ടിൻ്റെ പ്ലേസിൽ 5ഉം അല്ലേ. ടി ഈക്വൽ ടു 0യും ടി ഈക്വൽ ടു 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 2ൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഓഫ് 0യും കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് എ ഓഫ് 0യും കാൽക്കുലേറ്റ് ചെയ്തു, വി ഓഫ് 5ഉം കാൽക്കുലേറ്റ് ചെയ്തു, എ ഓഫ് 5ഉം കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് പ്രോബ്ലം വരുന്നത്. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. If a particle moves with a constant speed, show that its velocity v is perpendicular to its acceleration a. ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. കോൺസ്റ്റന്റ് സ്പീഡിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിലറേഷൻ. വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ആക്സിലറേഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്തായാലും പെർപെൻഡിക്കുലർ ആണ്, 2 വെക്ടറുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്. ഇപ്പോൾ വി ഓഫ് ടി ഡോട്ട് എ ഓഫ് ടി അറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇത് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 0 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ 2 വെക്ടേഴ്സ് എന്താണെന്ന് എഴുതാം, പെർപെൻഡിക്കുലർ ആണെന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്താ തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, നമ്മളെങ്ങനെയാണ് സ്പീഡിനെ ഡിനോട്ട് ചെയ്തിരുന്നത്, നോം വി ഓഫ് ടി അല്ലേ, അതായത് സ്പീഡ്. അതെന്താ നമ്മൾ തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഫോർ എവരി ടി, ഏത് ടീക്കും വി ഓഫ് ടി കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. വി കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, therefore വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു നോം വി ഓഫ് ടി ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി നോം വി ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ നോം വി ഓഫ് ടി എന്താണ്, കോൺസ്റ്റന്റ് ആണ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും എന്തായാലും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്തു, വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടി. നമ്മൾ 2 ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, d/dt ഓഫ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഈക്വൽ ടു d/dt ഓഫ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഓൾവേസ് 0 ആണെന്നുള്ളതായി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാം, d/dt ഓഫ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വി ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് d/dt ഓഫ് വി ഓഫ് ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു d/dt ഓഫ് വി ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ജസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു എന്നുള്ളൂ.
അപ്പോൾ ഇവിടെ വി ഓഫ് ടി രണ്ടും എന്താണ് സെയിം ആണ് നമുക്കറിയാം. രണ്ട് കമ്പോണൻ്റ് ആയാലും എന്താണ് സെയിം ആണ് അല്ലേ, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി പ്ലസ് വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടിനെ എന്ത് എഴുതാം, 2 ടൈംസ് വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. രണ്ട് പ്രാവശ്യം ഉണ്ട് അല്ലേ. 2 ടൈംസ് വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എന്ത് എഴുതാം, which implies v of t dot d by dt of v of t is equal to 0 ആണ് അല്ലേ. v of t dot d by dt of v of t is equal to 0 ആണെന്ന് എഴുതാം. v of t dot d by dt of v of t എന്താണ്, വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ആക്സിലറേഷൻ അല്ലേ, a of t that is equal to 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, v of t dot a of t is equal to 0. അതായത് വെലോസിറ്റിയും ആക്സിലറേഷൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ 0 ആണെന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഇംപ്ലൈസ് v is perpendicular to a എന്ന് എഴുതാം അല്ലേ. അതായത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് നമുക്ക് തന്നിരുന്നത്. അത് നമുക്ക് എന്ത് എഴുതാം, നോം വി ഓഫ് ടി ആണ് നമ്മൾ സ്പീഡിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്ന് എഴുതാം. ഓക്കെ, v of t dot v of t is equal to norm v of t whole square എന്നുള്ളത് നമുക്ക് റിസൾട്ട് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. v of t കോൺസ്റ്റന്റ് ആവുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ സ്ക്വയർ എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻഷിയേറ്റിംഗ് അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി is equal to ഡി ബൈ ഡി ടി ഓഫ് സി. ഒരു കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് ഓൾവേസ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, അങ്ങനെ ആ മെത്തേഡിൽ അപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 2 ടൈംസ് വി ഓഫ് ടി ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ഇവിടെ വി ഓഫ് ടി ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി എന്നാണ് ഇവിടെ വരിക. v of t dot d by dt of v of t plus d by dt of v of t dot v of t എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വി ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി, ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം. നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഇതിനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, അങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഇംപ്ലൈസ് 2 ഇൻറ്റു ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, രണ്ടും ഒന്ന് തന്നെ ആകുമ്പോൾ 2 ടൈംസ് വി ഓഫ് ടി ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ഇതിന് എന്ത് എഴുതാം, വി ഓഫ് ടി ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. v of t in dot d by dt of v of t പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് അല്ലേ. a of t is equal to 0. that is v is perpendicular to a എന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ കിട്ടി. ഓക്കെ.